സോ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ RC ബ്രോങ്കോൻ്റെ പവർ എത്രത്തോളം എന്ന്. നമ്മുടെ വിഞ്ചിൻ്റെ പവർ ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. ഗൈസ് ഇതാണ് നമ്മുടെ ടെറൈൻ എന്ന് പറയുന്നത്. ജസ്റ്റ് കയറ്റി വെക്കാം ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടിയാണ് അത് അത്രയും ദൂരം പോയിട്ടാണ് നമ്മുടെ വണ്ടി ഇപ്പോൾ സ്റ്റോപ്പ് ആയിരിക്കുന്നത്. ഹേ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മുടെ RC ബ്രോങ്കോ എടുത്തിട്ട് നമ്മളൊരു ഓഫ് റോഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓഫ് റോഡ് ചെയ്യാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ചെപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമ്മുടെ ഈ തൃശ്ശൂർ ഭാഗത്തേക്കുള്ളതാണ്. നമ്മുടെ RC ബ്രോങ്കോ വാങ്ങിച്ച ആ ഒരു അൺബോക്സിംഗ് വീഡിയോയിൽ ഒരുപാട് പേര് പറഞ്ഞ സംഭവമാണ് ഇത് കൊണ്ടുപോയിട്ട് ഓഫ് റോഡ് ചെയ്ത് കാണിക്കാൻ പറഞ്ഞിട്ട്. സോ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതുകൊണ്ട് ഓഫ് റോഡ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കിട്ട്. അതുപോലെ നെക്സ്റ്റ് ഏത് ചാലഞ്ച് അല്ലെങ്കിൽ നെക്സ്റ്റ് ഏത് പ്രൊഡക്റ്റ് വാങ്ങണം എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് അടിച്ചേക്കുക. നമ്മൾ ഈ ട്രാവൽ ചെയ്തിട്ട് വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോന്നും കൂടി ജസ്റ്റ് കമൻറ്റ് അടിച്ചേക്കുക. സോ ഞാൻ വലിച്ചു നിട്ടണില്ല, നമ്മുടെ കൂടെ രണ്ടുപേരും വരാനുണ്ട് നമ്മുടെ വീഡിയോ കയ്യിൽ എടുക്കാനായിട്ട്. സോ അവരോട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ പോകാം ഗൈസ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ബ്രോങ്കോ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഈ കാണുന്ന ഷെവർലെറ്റിൻ്റെ കേട്ടാണ് നമ്മൾ എടുക്കുന്നുണ്ട് വീഡിയോ ചെയ്യാനായിട്ട്. കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ രണ്ടിനും ഡിഫറൻസ് അറിയാൻ പറ്റും. ബേസിക്കലി ഇത് കളിക്കുന്ന RC കാറല്ല, ഇത് അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന അപ്രോക്സിമേറ്റ്ലി 10-35 രൂപ വില വരുന്ന വണ്ടികളാണിത്. സോ അതുപോലെ തന്നെ നമ്മുടെ ഈ കാണുന്ന 2 വണ്ടി വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ യൂക്ലിക്കിൻ്റെ പേജിൽ നിന്നാണ്. ഇതുപോലത്തെ വണ്ടികളും കാര്യങ്ങളൊക്കെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ കോൺടാക്ട് ചെയ്താൽ മതി. താഴത്തെ നമ്പർ കൊടുത്തേക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ കാണുന്ന ബ്രോങ്കോ വെച്ചിട്ട് നമ്മുടെ ഓഫ് റോഡിന് പോണേക്കാൾ മുമ്പായിട്ട് ഈ കാണുന്ന ഒരു ഐറ്റം ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതിൻ്റെ ഉള്ളിൽ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ ഒന്നിക്കൂടി കാണിച്ചു തരാം. സോ ഈ കാണുന്നതാണ് നമ്മുടെ ബ്രോങ്കോൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത്. സോ ഇത് ഞാൻ ഒരുപാട് ഓടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇതിൻ്റെ പൊടി കളയാനായിട്ട് നമ്മുടെ കയ്യിൽ ബ്രഷും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ബ്രഷിൻ്റെ ഈ കാണുന്ന ബ്രസിൽസ് എല്ലാ ഭാഗത്തും എത്തണം എന്നില്ല. ഇതിനുള്ള മാർഗ്ഗം എന്ന് പറയുന്നത് എയർ ബ്ലോ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ എല്ലാ പൊടിയും കളയാന്നുള്ളതാണ്. അതിനായിട്ട് ഞാൻ വാങ്ങിച്ചതാണ് നമ്മുടെ ആഗോരാൻ്റെ കംപ്രസ്ഡ് എയർ ഡസ്റ്റർ എന്ന് പറഞ്ഞ ഈ കാണുന്ന ഒരു പ്രോഡക്റ്റ്. സോ ഫസ്റ്റ് നമുക്ക് കിട്ടുന്നത് ഒരു യൂസർ മാനുവലാണ്. 500 വാട്ടിലാണ് ഈ കാണുന്ന പ്രോഡക്റ്റ് വർക്ക് ചെയ്യുന്നത്. സോ ഇതിന്റെ വെയിറ്റ് വന്നിക്കുന്നത് ഏകദേശം 900 ഗ്രാമാണ്. അതുപോലെ തന്നെ 500 വാട്ടിന്റെ ഒരു പവർഫുൾ മോട്ടോർ വെച്ചിട്ടാണ് നമ്മുടെ ഈ ഐറ്റം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ 48,000 RMPയിൽ 18 kPa സ്ട്രോങ്ങിൽ നമുക്ക് വിൻഡ് ഇതുകൂടി ബ്ലോ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ കാണുന്ന ഐറ്റം മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ കീബോർഡ്, അതുപോലെ തന്നെ ഇലക്ട്രിക് എക്യുപ്മെന്റ്സ്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ RC കാറിന്റെ ഉൾഭാഗമൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മുടെ ബ്രഷ് എത്താൻ പറ്റാത്ത സ്ഥലത്തൊക്കെ ഈ കാണുന്ന വിൻഡ് ബ്ലോർ ഉപയോഗിച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന്റെ കൂടെ കിട്ടുന്ന കുറച്ച് നോസിൽസ് ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന ഇതേപോലത്തെ ഒരു നോസിൽ വന്നിട്ടുണ്ട്. ഒരു ഗ്യാപ്പിന്റെ ഇടയിൽ വെക്കാനും രീതിയിൽ പറ്റുന്ന ഇതേപോലത്തെ നോസിൽസ് 3 നോസിൽസ് വന്നിട്ടുണ്ട്. ബാക്കിൽ വെക്കാൻ പറ്റുന്ന ഫിൽറ്റർ ഉണ്ട്, അത് എക്സ്ട്രാ ഒരു 2 റൗണ്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ 2 സ്പീഡ് കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം ലോ സ്പീഡും ഫാസ്റ്റ് ആയിട്ട് വിൻഡ് ബ്ലോ ചെയ്യാനായിട്ട് ഇതുവഴി നമുക്ക് സഹായിക്കുന്നതാണ്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇൻഫ്ലേഷൻ നോസിൽസ് കിട്ടുന്നുണ്ട്. സോ ഇത് വെച്ചിട്ട് നിങ്ങളുടെ മാട്രസ് അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂള്, നമുക്ക് എയർ അടിക്കാൻ പറ്റുന്ന സ്വിമ്മിംഗ് പൂള്, അതേപോലെ തന്നെ ബോട്ടുകളൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് വീർപ്പിക്കാൻ പറ്റുന്നതാണ്. ഈ പ്രൊഡക്റ്റ് നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ ഈ കാണുന്ന വയറിന് അത്യാവശ്യം നല്ല നീളമുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കാണുന്ന RC കാർ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവാണ്. ഒരിടയിൽ പോയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ കണ്ടത് ഇതിന്റെ ഫസ്റ്റ് സ്പീഡാണ്. ഇതിന്റെ സെക്കൻഡ് സ്പീഡ് ഉണ്ട്. സെക്കൻഡ് സ്പീഡ് ഭയങ്കര സ്പീഡാണ്. നോക്കിയോ, ഈ കാണുന്ന എയർ ബ്ലോവറിന്റെ ശരിക്കുള്ള സ്പീഡ് ഞാൻ കാണിച്ചു തരാം, ശരിക്കുള്ള പവർ കാണിച്ചു തരാം. ജസ്റ്റ് നോക്കിക്കോ, അവിടെ കുറേ ഡസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ റാക്കുകളുടെ ഉള്ളിലൊക്കെ പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് സിമ്പിളായിട്ട് കണ്ടാ ഇതിങ്ങനെ കളയാൻ പറ്റും. പോലെ ഈ കാണാൻ ജനലിൻ്റെ അരുവത്തൊക്കെ അങ്ങനെ ഇതേപോലെ ഇഷ്ടം പോലെ പൊടി ഇരിക്കും. അതൊക്കെ കണ്ടാ നിങ്ങൾക്ക് ഇങ്ങനെ കളയാൻ പറ്റുന്നതാണ്. ഈ കാണുന്ന നമ്മുടെ ബ്ലോവർ വെച്ചിട്ട് നമ്മൾ വീർപ്പിക്കാൻ പോകുന്നത് ഈ കാണുന്നൊരു ബോട്ടാണ്. അന്ന് നോസിൽ ആദ്യം മാറ്റണം. അതിനുശേഷം ഇതിൽ നമുക്ക് പാകമാവണം ഒരു നോസിൽ നോക്കിയിട്ട് ഫിറ്റ് ചെയ്യണം. എയർ അടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഈ കാണുന്ന ഒരു നോസിലാണ്. സ്റ്റോണൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ഇവിടെ
എയർ അടിക്കാൻ പറ്റും ഗൈസ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഈ കാണുന്ന ബ്ലോർ വെച്ചിട്ടാണ് നമ്മൾ ഈ കാണുന്ന ബോട്ട് ഫുള്ളും എയർ അടിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഈ ലാപ്ടോപ്പ് കീബോർഡിൻ്റെ ഇടയിലുള്ള ചെറിയ ചെറിയ പൊടികൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇത് വെച്ചിട്ട് സിമ്പിളായിട്ട് ഇങ്ങനെ കളയാൻ പറ്റും. ഇതുപോലത്തെ നേരെ നോസിൽസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പോയിന്റിക്ക് മാത്രമേ അടിക്കാൻ പറ്റുള്ളൂ. അതിന് പകരമായിട്ട് നമ്മുടെ കയ്യിൽ വേറൊരു ഐറ്റം വന്നിട്ടുണ്ട്. ഈ ഒരു ഐറ്റം ഇത് നമുക്ക് ഇങ്ങനെ പരത്തി അടിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നല്ല വൈഡറായിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് അടിക്കാൻ പറ്റുന്നതാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നമ്മുടെ സോഫയുമ്പോൾ ഒരുപാട് ഡസ്റ്റും കാര്യങ്ങളും അതേപോലെ തന്നെ ഒരുപാട് കരടും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. സോ ഈ കാണുന്ന ഐറ്റംസ് നമ്മൾ ഈ കാണുന്ന ഫ്ലാറ്റ് ഹെഡ് നോസിൽ വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കാൻ പോവുകയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ഡസ്റ്റും കാര്യങ്ങൾ ഇതേപോലെ സോഫയിലൊക്കെ എടുക്കുന്നുണ്ടായിരിക്കും. സോ ഈ കാണുന്ന ഐറ്റം വെച്ചിട്ട് ജസ്റ്റ് ഇത് ഓണാക്കുക. കേട്ടോ, സിമ്പിളായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഫ്ലാറ്റ് നോസിൽ വെച്ചിട്ട് നമുക്ക് ഇതേപോലത്തെ സോഫയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് വൃത്തിയാക്കാൻ പറ്റും. പ്രൊഡക്റ്റ് അടിപൊളിയാണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു. വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. സോ ഇതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ വണ്ടിയിൽ വെക്കണം. ഇവിടെ ഓൾറെഡി നമ്മുടെ ഒരു വണ്ടി ഇരിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നമ്മുടെ വണ്ടി വയ്ക്കാം. ഓക്കെ, നമ്മൾ പോയിറങ്ങിയപ്പോഴേക്കും മഴ, അടിപൊളി മഴ പെയ്യാണ്. അപ്പോൾ നമ്മൾ ഇവിടെ പെട്രോൾ അടിച്ചിട്ട് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു മണിക്കൂർ സമയമുണ്ട് നമുക്ക് അവിടെ എത്താനായിട്ട്. ചെപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾക്ക് അതിൻ്റെ വഴിയും കാര്യങ്ങളും ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. സോ നിങ്ങൾക്ക് ആരെങ്കിലും വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും കാണാമല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോൾ നല്ല രീതിയിലുള്ള മഴയാണ്. എനിക്കറിയാൻ പാടില്ല ഇനി അവിടെ പോയിട്ട് നമുക്ക് ഇത് ഓടിച്ചു നോക്കാൻ പറ്റുമെന്ന്, കാരണം നല്ല മഴയാണ്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ തൃശ്ശൂർ റൗണ്ടിലേക്ക് കയറാൻ പോവാണ്. ഈ റൗണ്ട് കറങ്ങിയിട്ട് വേണം നമ്മൾ പറഞ്ഞ ചെപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാനായിട്ട്. തിരൂര് വഴി ആണ് ഇതിൻ്റെ ഒരു വഴി എന്ന് പറയുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഷോർട്ട് കട്ട് ഇട്ടിട്ടുണ്ട്. സോ ആ വഴി കൂടെ നമ്മൾ കഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കി, ഈ സ്ഥലം അടിപൊളിയാണ്. ഫുള്ള് കാടും വൈബേഷ് സ്ഥലം ഗൈസ്. ഈ കാണുന്നതാണ് പൂമല ഡാം എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ നമ്മൾ ഏകദേശം അവിടെ എത്താറായിട്ടുണ്ട്. ആ ഒരു സ്ഥലത്തേക്ക് ഫുള്ള് കയറ്റാണ്. നല്ല റോഡ് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല റോഡാണ് ഗൈസ്. ദേ നമ്മുടെ ചെപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ഓഫ് റോഡ് നടത്താൻ നമുക്ക് സമയം വരികയാണ്. നമ്മുടെ സ്ഥലം ഏകദേശം എത്തി. ഒരു 1/2 കിലോമീറ്റർ കൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലം ഡെസ്റ്റിനേഷൻ എത്തി. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ നമ്മൾ തിരിക്കുകയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മേലെ കുറച്ച് ഓഫ് റോഡ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് നമ്മുടെ RC ബ്രോങ്കോ ഓടിച്ച് നോക്കാം. ചെറിയ മഴ പെയ്യുന്നുണ്ട്, നമുക്ക് നോക്കി നോക്കാം. എന്തായാലും നമ്മുടെ വണ്ടി നമുക്ക് പുറത്തേക്ക് എടുക്കാം. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ട ഇതുപോലത്തെ കല്ലുകളാണ്. അതിന് മേലെ ചെന്നിട്ട് നോക്കി നോക്കാൻ ഉണ്ടാവുമെന്ന് ഗൈസ്. അപ്പോൾ നമ്മുടെ ഈ കാണുന്ന ബ്രോങ്കോൻ്റെ ഉള്ളിലത്തെ ബാറ്ററി നമ്മൾ കണക്ട് ചെയ്ത് തുടങ്ങണം. നമ്മൾ ഓരോ ഇത് കഴിയുമ്പോഴും നമ്മൾ ഈ ബാറ്ററി നമ്മൾ ഡിസ്ചാർജ് ചെയ്തിടും, അല്ലെങ്കിൽ ഇതിൻ്റെ ചാർജ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിടാം. ഓക്കെ, ബ്രോങ്കോ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവൻ എടുത്തിട്ട് നമുക്കിനി ഈ കാണുന്ന മല കയറാനാണ് നമ്മൾ പോകുന്നത്. ഇവിടെ കുറച്ച് ഓഫ് റോഡ് പോലെയാണ്. സോ നമ്മുടെ ബ്രോങ്കോ ഇവിടെ സിമ്പിളായിട്ട് കയറുന്നുണ്ടല്ലോ. നോക്കി കുറച്ച് കല്ലുകളൊക്കെ ഉണ്ട്. ആ ഭാഗത്തേക്ക് നമ്മുടെ ഐറ്റം കയറി വരാൻ നോക്കാം ഗൈസ്. എൻ്റെ മോനെ സോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് പറഞ്ഞ കാരണമാണ് നമ്മളിപ്പോൾ ഇതും കൊണ്ടൊരു ഇതിൻ്റെ പെർഫോമൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവനെ ഇത് ഓടിച്ച് അത്യാവശ്യം ഇവിടുത്തെ ടെറൈനിലൊക്കെ നമുക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ട് നല്ലപോലെ. ഇനി ഇതിൻ്റെ മേലെ കയറിയിട്ട് നമുക്ക് ഓടിച്ച് നോക്കണം ഗൈസ്. നോക്ക്, ഇവിടെ വലിയൊരു കല്ല് എടുക്കുന്നുണ്ട്. അതിൻ്റെ മേലെ കൂടെ കയറാൻ പറ്റും നോക്കാം. എനിക്ക് സീൻ ഗൈസ്. അപ്പോൾ ഇത്രയും അടിപൊളി സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. നല്ല വൈബാണ്. അപ്പോൾ നമ്മുടെ ബ്രോങ്കോനെ ഇതിൻ്റെ ഈ ഒരു കയറ്റണം. അതാണ് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് ഗൈസ്. നോക്ക്, നമ്മുടെ ഐറ്റം കയറുമെന്ന് അറിയില്ല. മഴ പെയ്ത കാരണം നല്ല സ്ലിപ്പറിയാണ്. പക്ഷേ നമ്മുടെ വണ്ടി എൻ്റെ മോനെ തീ നോക്കി, അത്യാവശ്യം നല്ല കയറ്റാണ്. അതാണ് നമ്മുടെ വണ്ടി സിമ്പിളായിട്ട് കയറി പോകുന്നത്. നമ്മൾ നടക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ ഇവൻ സിമ്പിളായിട്ടാണ് കയറി പോകുന്നത്. ഡ്രാഗ് ബ്രേക്ക് നോക്കിയേ കണ്ടാ, ആ ആംഗിളിൽ നിന്നിട്ടും നമ്മുടെ വണ്ടി പുറത്തേക്ക് ബാക്കോട്ട് ഇറങ്ങി വരുന്നില്ല ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടി ഈ ഒരു ടെറൈനെ കൂടെ ഓടിക്കാൻ പോവാണ്.
ഗൈസ് അപ്പോൾ നമ്മുടെ RC ബ്രോങ്കോനെ ഇതാണ്ടാ ഇത്രയും കയറ്റം നമ്മൾ കയറ്റാൻ പോവാണ്. നമ്മുടെ വണ്ടി അവിടെ ഉണ്ട്. സോ അവനെ കൃത്യമായിട്ട് ഓടിച്ച് വേണം കയറ്റാനായിട്ട്. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി നിലത്തേക്ക് പോകും. ഫസ്റ്റ് സ്പീഡിലിട്ടുന്നത് നമ്മുടെ വണ്ടി കയറാൻ നോക്കാം. എൻ്റെ മോനെ ഗൈസ് ഒരു കൂസലില്ലാണ്ട് കയറി പോകുന്നുണ്ട്. നമ്മുടെ ഐറ്റം കണ്ട ഡ്രാഗ് ബ്രേക്ക് നോക്കി നിങ്ങൾ ഈ ഒരു സ്ലോപ്പിൽ നിന്നിട്ടും ഒരു കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട്. ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ എത്രത്തോളം നോക്കിയേ, എൻ്റെ ആ സ്ലോപ്പ് എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ വ്യൂ കാണിച്ചു തരാം. എൻ്റെ മോനെ സീൻ വ്യൂ. RC ബ്രോങ്കോ കയറിയ ആ കയറ്റം നമ്മുടെ ഈ കാണുന്ന ഷെവർലെറ്റ് വെച്ചിട്ട് കയറാൻ പറ്റാൻ നമുക്ക് നോക്കാൻ പോവാണ്. ചെറിയൊരു സ്ലോപ്പാണ്, ജസ്റ്റ് നോക്കാം. അടിപൊളിയായിട്ട് കയറുന്നുണ്ട്. നിങ്ങൾക്ക് ആ സ്ലോപ്പ് മനസ്സിലാവുന്നുണ്ട് എത്രത്തോളം ഉണ്ടെന്ന്. കണ്ടാ അടിപൊളിയായിട്ടാണ് നമ്മുടെ വണ്ടി കയറി പോകുന്നത്. കുട്ടിയായാലും നല്ല രസമുണ്ട് നമ്മുടെ ഐറ്റം കയറ്റാനായിട്ട്. നമ്മുടെ ഷെവർലെറ്റ് ഇവിടെ കയറുന്നുണ്ട്, നമ്മുടെ RC ബ്രോങ്കോ അവിടെ ഇരിക്കുന്നുണ്ട്. എന്നിട്ടായാലും നമ്മുടെ ഷെവർലെറ്റ് കിടിലം, അതും അടിപൊളിയായിട്ട് കയറി പോകുന്നുണ്ട്. ഗൈസ് നോക്ക്, നമ്മുടെ 2 പേര് ഇവിടെ അടിപൊളിയായിട്ട് വർക്കാവുന്നുണ്ട്. സോ ഇതിൻ്റെ നമ്മുടെ ഫസ്റ്റ് സ്പീഡിൽ ഇട്ടേക്കുന്നത്, ഫസ്റ്റ് സ്പീഡിലാണ് നമ്മുടെ ബ്രോങ്കോനെ ഇട്ടേക്കുന്നത്. എൻ്റെ സെക്കൻഡ് സ്പീഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ സെക്കൻഡ് ഓൻ്റെ മോനെ ഈ കാണുന്ന പാറ എന്ന് പറയുന്നത് കണ്ട അറ്റം വരെ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നതാണ്. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ക്ലൈമറ്റ്. സോ ഗൈസ് അപ്പോൾ ഇവിടെ കണ്ട നല്ല അടിപൊളി ഒരു ഓഫ് റോഡ് സെറ്റപ്പാണ് ഈ ഒരു ഭാഗത്തുള്ളത്. അപ്പോൾ ഇതിൻ്റെ മേലെ കൂടെ നമ്മുടെ RC ബ്രോങ്കോയും അതുപോലെ തന്നെ നമ്മുടെ ഷെവർലെറ്റും ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. നമ്മുടെ ബ്രോങ്കോനെ ഓഫ് റോഡ് ഓടിക്കുകയാണ്. എൻ്റെ മോനെ നമ്മുടെ ബ്രോങ്കോനെ നമ്മൾ ഓടിച്ചത് കണ്ട ഈ കാണുന്ന ഒരു ഫുള്ളി ഓഫ് റോഡ് ടെറൈനിലാണ് നമ്മൾ ഓടിച്ചേക്കുന്നത്. സംഭവം അടിപൊളിയായിട്ട് ഓടി വരുന്നുണ്ട്. പെർഫോമൻസിൻ്റെ കേസിൽ അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ ടയറൊക്കെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനാണെങ്കിൽ നല്ല രീതിയിലുള്ള ഗ്രിപ്പും കാര്യങ്ങളും കിട്ടും. ഗൈസ് അപ്പോൾ നമ്മുടെ ബ്രോങ്കോനെ ഈ കാണുന്നൊരു പൈപ്പ് ഉണ്ട്, ആ പൈപ്പ് ലൈൻ്റെ മേലോടെ കയറാൻ വേണ്ടി നോക്കാം. സോ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ RC ബ്രോങ്കോൻ്റെ പവർ എത്രത്തോളം എന്ന്. നിങ്ങൾ നേരത്തെ കാണിച്ചു തന്നു ആ ഒരു സ്ലോപ്പിൽ നമ്മുടെ ഐറ്റം ഡ്രാഗ് ബ്രേക്ക് പിടിച്ചിട്ട് അടിപൊളിയായിട്ട് കയറി വരുന്നുണ്ട്. ഗൈസ് ഇവിടെ ഒരു കിടിലം നമുക്കൊരു അത്യാവശ്യം നല്ലൊരു സ്ലോപ്പ് കിട്ടിയിട്ടുണ്ട്. ആ വഴിക്കൂടെ ജസ്റ്റ് കയറി നോക്കാം. എൻ്റെ മോനെ. സോ ഗൈസ് അപ്പോൾ നമ്മുടെ വണ്ടീനെ നമ്മുടെ RC ഇവിടെ ഒരു കിടില ഓഫ് റോഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെ ജസ്റ്റ് ഓടിച്ച് നോക്കാൻ പോവാണ്. ഗൈസ് അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമുക്ക് ഇവിടെ ഒരു പക്ക ഒരു ഓഫ് റോഡ് സ്ഥലം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ മേലെ കൂടെ നമ്മുടെ ബ്രോങ്കോനെ ജസ്റ്റ് കയറ്റണം. അതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. ഗൈസ് നോക്ക്, സംഭവം കുഴപ്പമില്ലാത്ത രീതിയിൽ കയറുന്നുണ്ട്. ഭയങ്കര സ്മൂത്ത് മണ്ണാണ്, അതുകൊണ്ടാണ് നമ്മുടെ ടയറിന് ഗ്രിപ്പ് കിട്ടുന്നില്ല. ഓക്കെ, ഒരു വട്ടം കൂടി നമുക്ക് നോക്കി നോക്കാം. ഇതാണ് നമ്മുടെ ടെറൈൻ എന്ന് പറയുന്നത്. ജസ്റ്റ് കയറ്റി വെക്കാം. എൻ്റെ സോ ഗൈസ് അപ്പോൾ നമ്മുടെ ഇനി നോക്കാൻ പോകുന്നത് ഇവൻ്റെ വിഞ്ചിൻ്റെ ഒരു പവറാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ മേലെ കെട്ടിയിട്ട് നമ്മുടെ വണ്ടീനെ നമുക്ക് വലിച്ചെടുക്കാം. വിഞ്ച് വെച്ചിട്ട് മാത്രം കേട്ടോ. നമ്മുടെ വിഞ്ച് കയറ്റങ്ങൾ മുമ്പായിട്ട് നമ്മുടെ ഷെവർലെറ്റിൻ്റെ കേട്ടൻ നമ്മുടെ ഈ കാണുന്ന ഒരു ഓഫ് റോഡ് പാത്തിൽ കൂടെ ജസ്റ്റ് ഓടാൻ നോക്കാം. അത് നമ്മളിവിടെ ഫസ്റ്റ് ഇതിലാണ് ഇട്ടേക്കുന്നത്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് അവിടെ പെട്ട്. എൻ്റെ മോനെ ഗൈസ് നോക്ക്, വളരെ സിമ്പിളായിട്ടാണ് നമ്മുടെ ഐറ്റം ഓഫ് റോഡ് അടിക്കുന്നത്. പൊള്ളി ആ സസ്പെൻഷനൊക്കെ നോക്കിയാൽ നിങ്ങൾ, എൻ്റെ മോനെ സീനാണ്. നമ്മുടെ വിഞ്ചിൻ്റെ പവർ ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു നമ്മൾ മറ്റേ മണൽ വെച്ചിട്ടുള്ള ഓഫ് റോഡ് ചെയ്തത്. അപ്പോൾ ഈ ഭാഗത്ത് അത്യാവശ്യം കിടില ഓഫ് റോഡാണ്, പക്ഷേ ഫുള്ള് പാറയാണ്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന ചെടിയുടെ മേലെ നമ്മുടെ വിഞ്ച് കെട്ടി വെച്ചിട്ട് ജസ്റ്റ് വലിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ ബ്രോങ്കോ വലിച്ച് കയറാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ വിഞ്ചിൻ്റെ ഒരു ബട്ടൺ എന്ന് പറയുന്നത്. ഇത് അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിഞ്ച് അവിടെ വർക്കാവുന്നുണ്ട്. സോ ഗൈസ് അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ വിഞ്ചിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്. സോ ഈ കാണുന്ന വിഞ്ചിന് നമുക്ക് അവിടെ നിന്ന് കിട്ടിടണം. എന്നിട്ട് ഈ വിഞ്ച് വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് ഇത് വലിച്ച് നോക്കാം.
ഈ കാണുന്ന ഒരു ചെടിയുടെ മേലെ അത്യാവശ്യം സ്ട്രോങ് ആണ്. അത്യാവശ്യം നമുക്കിതിൻ്റെ മേലെ വലിച്ചെടുക്കാൻ പറ്റും. ഒക്കെ കാണാൻ പറ്റും. ഇവിടെ കണ്ട അത്യാവശ്യം വലിയൊരു പാറയാണ്. ഇതിൻ്റെ മേലെ കൂടെ നമ്മുടെ വണ്ടി കയറുമെന്ന് അറിയില്ല. സോ ഈ വിഞ്ച് വെച്ചിട്ട് കണ്ടോ, നമ്മുടെ വിഞ്ച് വെച്ചിട്ട് മാത്രം നമുക്കിത് കയറ്റി വെക്കാം. സോ ഞാൻ വിഞ്ച് ഓപ്പറേറ്റ് ചെയ്തു. സോ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും നമ്മുടെ വിഞ്ച് അവിടെ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വണ്ടി അതിനനുസരിച്ചിട്ട് മേലേക്ക് കയറുന്നുണ്ടോ നമുക്ക് നോക്കാം. വിഞ്ചിൻ്റെ പവർ കൊണ്ട് മാത്രം നമ്മുടെ വണ്ടി കയറുന്നില്ല. സോ ജസ്റ്റ് ത്രോട്ടിലും കൂടി കൊടുക്കാം. വാവ്, എൻ്റെ മോനെ കാണുന്ന ചെടീനാണ്ട അവിടെ വലിച്ചുകൊണ്ട് പോയി. നമ്മുടെ വിഞ്ചിൻ്റെ ലെങ്ത് കണ്ട ഇത്രയിൽ കുറഞ്ഞിട്ടുണ്ട്. വിഞ്ച് വെച്ചിട്ട് നമ്മുടെ ബ്രോങ്കോനെ വലിച്ച് കയറ്റാൻ നോക്കാണ്. കണ്ട ആ ടയർ നീങ്ങണം നമുക്ക് കാണാൻ പറ്റും. ഞാനിവിടെ ഒന്നും ചെയ്യുന്നില്ല, ആ വിഞ്ച് ഉപയോഗിച്ചിട്ടാണ് ഒക്കെ ചെയ്യുന്നത്. ഇത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തള്ളി കൊടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ കാണാൻ ഷെവർലെറ്റ് കണ്ട ഇതുപോലൊരു സ്ലോപ്പിലാണ് നിൽക്കുന്നത്. അത് ആ വഴി കൂടെ ജസ്റ്റ് കയറാൻ നോക്കാം. കയറാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ഇതിൻ്റെ വിഞ്ച് വെച്ചിട്ട് ജസ്റ്റ് കയറ്റി വെക്കാം. പക്ഷെ എൻ്റെ മോനെ നോക്കിയാൽ സിമ്പിളായിട്ടാണ് കയറി വരുന്നത്. വാവ്, ഈ കാണുന്ന സ്ലോപ്പ് സിമ്പിളായിട്ട് കയറി. ഷെവർലെറ്റിനെ കണ്ട ഈ കാണുന്ന ഒരു കുത്തനുള്ള കയറ്റത്ത് നമ്മൾ വെച്ചിരിക്കുകയാണ്. നമ്മുടെ ഐറ്റത്തിനെ കയറി വരാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓ, കയറുന്നില്ല. അപ്പോൾ നമ്മളിനി മറ്റേ വിഞ്ച് വെച്ചിട്ട് നമ്മൾ വലിച്ചേറ്റാൻ പോവാണ്. ദേ നമ്മുടെ ഷെവർലെറ്റ് അവിടെ എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ബ്രോങ്കോ. അപ്പോൾ ഈ കാണുന്നൊരു കയറ്റം കണ്ട നിങ്ങൾ, അത് ഇത് വിഞ്ച് വെച്ചിട്ട് നമ്മുടെ ഈ ഷെവർലെറ്റിനെ വലിച്ചു തരാൻ പറ്റുമെന്ന് നോക്കാൻ പോകുന്നത്. ഗൈസ്, നമ്മുടെ വിഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ നീട്ടത്രയാണ്. അതുകൊണ്ട് നമ്മുടെ ഷെവർലെറ്റിനെ കുറച്ചും കൂടി കയറ്റത്തിൽ വെച്ചിട്ട് വിഞ്ച് ഇതിൻ്റെ ഒരു ആക്സലിൽ നമ്മൾ ടൈറ്റ് ചെയ്ത് വെച്ച് കെട്ടി കൊടുക്കാൻ പോവുകയാണ്. RC ബ്രോങ്കോൻ്റെ വിഞ്ചിൽ നമ്മുടെ ആ കാണുന്ന ഷെവർലെറ്റ് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വിഞ്ച് വെച്ചിട്ട് നമുക്കിത് ആ ഷെവർലെറ്റിനെ കയറ്റി എടുക്കാൻ പറ്റുമോ നോക്കാം. ഗൈസ് നോക്ക്, അടിപൊളിയായിട്ട് കയറി വരുന്നുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. നമ്മുടെ ഷെവർലെറ്റിനെ റെസ്ക്യൂ ചെയ്യുന്നതാണ് നമ്മുടെ ബ്രോങ്കോ. വാവ്, കിടിലം. ഗൈസ്, ഫൈനലി ഇതേ നമ്മുടെ ബ്രോങ്കോൻ്റെ വിഞ്ച് വെച്ചിട്ട് നമ്മുടെ ഷെവർലെറ്റിനെ അവിടെ കയറ്റി എടുത്തിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ നമുക്ക് അവസാനമായിട്ട് ഇതിനെ ടെസ്റ്റ് ചെയ്യാനുള്ളത് ഇതിൻ്റെ റേഞ്ചാണ്. ഇവിടെ അടിപൊളിയായിട്ട് ഒരുപാട് സ്ഥലമുണ്ട്. സോ ഇതിൻ്റെ റേഞ്ച് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. എത്ര ദൂരം നമുക്ക് ഇതിൻ്റെ കണക്ഷൻ കിട്ടുന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അയ്യോ, അത്യാവശ്യം ദൂരം പോയിട്ടുണ്ട്. ഇപ്പോൾ എത്ര ദൂരം കിട്ടുന്നു അത്രയും ദൂരം നമ്മൾ ഓടിക്കും. അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല ദൂരത്തേക്ക് പോയിട്ടുണ്ട്. ഗൈസ് നോക്ക്, അത്യാവശ്യം നല്ല ദൂരത്തേക്ക് നമ്മുടെ വണ്ടി പോകുന്നുണ്ട്. നോക്കിയേ, നിങ്ങൾക്ക് കാണാനും കൂടി ഇല്ലേ, ആ അറ്റത്താണ് നമ്മുടെ വണ്ടി ഉള്ളത്. ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടിയാണ് അത്രയും ദൂരം പോയിട്ടാണ് നമ്മുടെ വണ്ടി ഇപ്പോൾ സ്റ്റോപ്പ് ആയിരിക്കുന്നത്. നമ്മുടെ ബ്രോങ്കോനെ അവിടെ വെച്ചിട്ടുണ്ട്. സോ ഇവിടെ കാണാൻ പറ്റും ഒരു വലിയൊരു കയറ്റുണ്ട്. അപ്പോൾ ആ കയറ്റം സിമ്പിളായിട്ട് കയറുന്നത് നിങ്ങൾ നോക്കിക്കോ. നമ്മുടെ ഐറ്റം ഉണ്ടോ അടിപൊളിയായിട്ടാണ് കയറുന്നത്. എൻ്റെ മോനെ, ആ ഒരു കയറ്റം സിമ്പിളായിട്ട് നമ്മുടെ ബ്രോങ്കോ കയറി വന്നു. ലാസ്റ്റത്തെ ഒരു ചാലഞ്ചാണ് കൊടുക്കാൻ പോകുന്നത്. വേറെ ഒന്നല്ല, വേണ്ട നല്ല അടിപൊളിയൊരു കയറ്റാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക്. സോ നമ്മുടെ ബ്രോങ്കോനെ അതേ മേലോടെ കയറ്റാൻ നോക്കാം. എൻ്റെ മോനെ, സീൻ ഐറ്റം കയറി പോണോ നിങ്ങൾ? എൻ്റെ പൊന്നെ, നിങ്ങൾ നോക്ക്, എൻ്റെ ആ ഒരു സ്ലോപ്പിൻ്റെ ഒരു ഇതുണ്ടാ, നമ്മുടെ ഐറ്റയുടെ മേലെത്തി കയറി അവിടെ കയറി നിൽക്കണുണ്ട് ട്രാക്ക്. ഗൈസ്, അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ ഈ കാണുന്ന RC ബ്രോങ്കോയും അതേപോലെ നമ്മുടെ ഷെവർലെറ്റ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ യൂക്ലിക്കിനെ കോൺടാക്ട് ചെയ്താൽ മതി. സോ അവരുടെ നല്ല ബെസ്റ്റ് ഡീലിന് നിങ്ങൾക്ക് ഐറ്റം കിട്ടുന്നതായിരിക്കും.